ഇന്ന് പാരീസിൽ ഒരു അത്യന്തം നിർണായകമായ ചർച്ച നടക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ഇനി ഏത് ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്, ഉക്രൈന് നമ്മൾ നൽകേണ്ട സഹായങ്ങൾ എന്തെല്ലാം, ഇത്തരം വിഷയങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയും ചീഫ് നെഗോഷിയേറ്ററുമായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും പാരീസിൽ എത്തിയിട്ടുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ഇതേസമയം അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനി, പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്, റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഉക്രൈന് വലിയ തോതിൽ സഹായങ്ങൾ നൽകിയതുമായ ഒരു അമേരിക്കൻ കമ്പനിയെ റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനെതിരെ സെലൻസ്കി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് മാത്രമല്ല, ഞങ്ങളോടുള്ള വലിയ ആക്രമണമാണ് ഇത് എന്ന തരത്തിൽ അമേരിക്കയെയും ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ വിശദമായി അറിയാം. പാരീസിൽ നിന്ന് കോalition ഓഫ് ദി വില്ലിംഗ് എന്ന പേരിൽ ഉക്രൈനെ സഹായിക്കാൻ തയ്യാറായ ചില പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ യോഗം നടക്കുകയാണ്. അമേരിക്ക നേരിട്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഈ കോalition ഓഫ് വില്ലിംഗ് എന്ന യോഗത്തിൽ അമേരിക്കയെ ഔദ്യോഗികമായി ഉൾപ്പെടുത്താൻ സാധിക്കില്ല. എന്നിരുന്നാലും അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയനിലെ 18 രാജ്യങ്ങൾ, മൊത്തം 19 രാജ്യങ്ങൾ ഇന്ന് പാരീസിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഉക്രൈൻ സംബന്ധിച്ച് ചർച്ച നടത്താനാണ്. ഈ ചർച്ചകൾ ഇപ്പോൾ ഇത്രയും നിർണായകമാകാനുള്ള കാരണം ചോദിച്ചാൽ, നമ്മളിപ്പോൾ 2026 കടന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസം 24 എത്തിയാൽ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഒരു വർഷം പിന്നിടും. അതായത് യൂറോപ്പ് ഇതുവരെ കണ്ടതിൽ തന്നെ ഏറ്റവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ ഒന്നായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇരുഭാഗങ്ങളിലും വലിയ തോതിലുള്ള മനുഷ്യനഷ്ടം, വൻ സാമ്പത്തിക നാശനഷ്ടവും ഇപ്പോൾ വ്യക്തമായി അനുഭവപ്പെടാൻ തുടങ്ങി. ഈ അവസ്ഥ ഉക്രൈനിൽ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് റഷ്യയുമായി ഒരു ഒത്തുതീർപ്പ് നടത്തേണ്ടി വരും. ആ ഒരു ഒത്തുതീർപ്പ് എങ്ങനെ സാധ്യമാകാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നതിന്റെ ശക്തമായ സാധ്യതകളുണ്ട്. ഇതൊരു നിർണായക ടൈം ലൈനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ സെലൻസ്കി 20 പോയിന്റ്സ് അടങ്ങിയ ഒരു സമാധാന നിർദ്ദേശം, പീസ് പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. അത് സമർപ്പിച്ചതിന് ശേഷം ഏകദേശം 90% വരെ അതിൻ്റെ ഫ്രെയിം വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും അമേരിക്കയും റഷ്യയും നേരിട്ട് ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. റഷ്യയും യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. റഷ്യയുടെ ഭാഗത്തു നിന്നും ചില പോയിന്റുകളോട് കടുത്ത എതിർപ്പ് ഉയർന്നുവെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ അവരുടെ വിമർശനങ്ങളുടെ അളവ് താരതമ്യേന കുറയുകയായിരുന്നു. അതായത് ഈ സമാധാന നിർദ്ദേശത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയാൽ റഷ്യ അത് അംഗീകരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എന്നാൽ ഉക്രൈൻ ഇവിടെ ഒരു വലിയ മാനസികവും രാഷ്ട്രീയവുമായൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഭൂമി ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട്. അത് സംബന്ധിച്ച് ചില പോയിന്റുകളിൽ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ഉക്രൈൻ്റെ കൈകളിലാണ്. ഇപ്പോൾ ഇവയെല്ലാം ഒന്നിച്ച് ചർച്ച ചെയ്യാനാണ് ഈ യോഗം നടക്കുന്നത്. പ്രധാനമായും ഇതിന് ശേഷം ഉക്രൈൻ ആയുധ സഹായം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭൂരിഭാഗവും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അടുത്ത കാലത്ത് അത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തന്നെ അവസാനമായി അങ്ങനൊരു വാർത്ത പറഞ്ഞത് എപ്പോഴാണെന്ന് പോലും ഓർക്കുന്നില്ല. കഴിഞ്ഞ 7-8 മാസത്തെ ഡാറ്റ എടുത്ത് നോക്കിയാൽ അമേരിക്കയിൽ നിന്നോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നോ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തി എന്ന വിവരം വളരെ വിരളമാണ്. ക്രമേണ ആയുധ സഹായം കുറയുകയാണ്. പഴയ ഓർഡറുകൾ മാത്രമാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തരത്തിലുള്ള ആയുധങ്ങൾ നൽകാനുള്ള പുതിയ കരാറും അടുത്തിടെ ഒപ്പുവെച്ചിട്ടേയില്ല. അതായത് ഇവരെല്ലാം പതിയെ സമാധാനത്തിലേക്ക് തള്ളപ്പെടുന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു ഈഗോ ക്ലാഷ്, ഒരു അഹങ്കാര സംഘർഷം, ഇത് മാത്രമാണ് ഈ യുദ്ധത്തെ ഇപ്പോഴും മുന്നോട്ടും പിന്നോട്ടും നീക്കി അവസാനിക്കാതെ നിലനിർത്തുന്നതെന്ന് പറയാം. ഇതിൽ മറ്റൊരു ബോണസ് പോയിന്റ് എന്താണെന്ന് അറിയണ്ടേ? അമേരിക്കയുടെ സ്റ്റീവ് വിറ്റ്കോഫ് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. റഷ്യയുടെ ഭാഗത്ത് നിന്ന് പ്രതിനിധികൾ ഇല്ലെങ്കിലും ഈ ഫ്രെയിം വർക്കും ഈ യോഗങ്ങളും മുഴുവനായും ഉക്രൈനെ കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുക. അതേസമയം ഇതിന് സമാന്തരമായി റഷ്യ മറ്റൊരു നിർണായക സംഭവം പുറത്തുവിട്ടു. പ്ലാന്റ് ബേസ്ഡ് ഓയിൽ, പ്രത്യേകിച്ച് സൂര്യകാന്തി എണ്ണ കൂടാതെ പാം ഓയിൽ തുടങ്ങിയവ നിർമ്മിക്കുന്നതിൽ അത്യന്തം പ്രധാനപ്പെട്ട ഒരു കമ്പനിയെ കുറിച്ചാണിത്. ഉക്രൈന്റെ മൊത്തം സൂര്യകാന്തി എണ്ണ ഉൽപാദനത്തിൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 26% വരെ നിയന്ത്രണം വഹിക്കുന്ന ഒരു കമ്പനിയാണിത്. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഉൽപാദന പ്ലാന്റ് ഏകദേശം 40 ഏക്കർ വിസ്തീർണത്തിൽ വ്യാപിച്ച് കിടക്കുന്നതായാണ് പറയുന്നത്. ഇത് നിപ്രോ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഫാക്ടറിക്ക് നേരെ ഇന്നലെ റഷ്യ ഒരു വലിയ ഡ്രോൺ ആക്രമണം നടത്തി. ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറാൻ കാരണം ഈ ആക്രമണത്തിൽ 14 പേർക്കോളം പരിക്കേറ്റതായാണ് വിവരം. അമേരിക്കൻ കമ്പനിയെ ലക്ഷ്യം വെച്ച് റഷ്യ ആക്രമണം നടത്തി എന്നാണ് ഉക്രൈൻ ഇപ്പോൾ ഉന്നയിക്കുന്ന വലിയൊരു ആരോപണം. ഇതാദ്യമായൊന്നുമല്ല. കഴിഞ്ഞ വർഷം നവംബർ 14 ഇതേ സ്ഥലത്ത് റഷ്യ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ രീതിയിലുള്ള ആക്രമണം ആവർത്തിച്ചിരിക്കുന്നു.
ഇത് അമേരിക്കയ്ക്കും ഉക്രൈനും ഒരുപോലെ നൽകുന്നൊരു സന്ദേശമാണ്. ഇത് വെറും ഒരു എണ്ണ ഉൽപാദന കേന്ദ്രം മാത്രമാണെന്ന് പറഞ്ഞ് നമുക്ക് ഈ ആക്രമണത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഉക്രൈൻ്റെ കാഴ്ചപ്പാടിൽ ചെറിയ ഇടങ്ങൾ പോലും ലഭിച്ചാൽ അവയെ എങ്ങനെ ആയുധ നിർമ്മാണത്തിനും യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടത്തിനു വേണ്ടി ഉപയോഗിക്കാം എന്നത് അവർ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഫാക്ടറിയും റഷ്യയുടെ ലക്ഷ്യങ്ങളിൽ നിന്നും ഒഴിവാകില്ല എന്ന കാര്യം റഷ്യ ഇവിടെ വ്യക്തമായി കാണിച്ചിരിക്കുകയാണ്. അവിടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആയുധ സിസ്റ്റം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊരു വാർണിംഗ് ഷോട്ടായി മാത്രമാണ് റഷ്യ നടത്തിയത്. അവിടെ യഥാർത്ഥത്തിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഉക്രൈൻ്റെ പ്രതികരണം തീർച്ചയായും മറ്റൊരു തലത്തിലായിരിക്കും. അമേരിക്കയും അതിനെതിരായി വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയേനെ. ഇന്ന് ഏറെ ചർച്ചയായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ട ഒരു പ്രസ്താവനയാണ്. ഇത് വെനിസ്വേല വിഷയവുമായി ഏതാണ്ട് പൊരുത്തപ്പെടുന്നുണ്ട്. അതിന് മുൻപുണ്ടായ സംഭവം എന്തെന്നാൽ ഉക്രൈൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയെ ഞങ്ങൾ ആക്രമിച്ചു എന്നുള്ള തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. റഷ്യയിൽ നിന്നും ഇത്തരത്തിലൊരു വിവരം വന്നിരുന്നു. 90-ലധികം ഡ്രോണുകൾ പുടിൻ വസതിയെ ലക്ഷ്യം വെച്ച് എത്തിയിരുന്നു. അവയെല്ലാം ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ട്. പുടിന്റെ വസതിയെ മാത്രം ലക്ഷ്യം വെച്ച് ആക്രമിക്കുക എന്നത് ഉക്രൈന്റെ യാതൊരു യുദ്ധ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. വാസ്തവത്തിൽ സമീപ പ്രദേശങ്ങളിൽ എത്തിയ ഡ്രോണുകളെയാണ് റഷ്യ പ്രതിരോധിച്ചിരിക്കുന്നത്. ആ ഡ്രോണുകളെ പ്രതിരോധിച്ച സംഭവത്തെ അടിസ്ഥാനമാക്കി പുടിന്റെ വസതി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു കഥ പിന്നീട് പ്രചരിച്ചതാണെന്നും ട്രംപ് ആരോപിക്കുന്നു. I don't believe that strike happened. Right. We don't believe that happened as now that we've been able to tell. But that was the first we ever heard. വാസ്തവത്തിൽ ഇദ്ദേഹം പറയുന്ന ഈ ലോജിക്ക് കേൾക്കുമ്പോൾ സ്വീകരിക്കാവുന്നതുപോലെയാണ് തോന്നുന്നത്. എന്നാൽ റഷ്യ പുറത്തുവിട്ടിരിക്കുന്ന മാപ്പ് അതോടൊപ്പം പുറത്തുവന്ന നിരവധി ഇന്റർസെപ്ഷൻ വീഡിയോസും നോക്കിയാൽ നേരിട്ട് റെസിഡൻസിനെ ലക്ഷ്യമാക്കിയില്ലെങ്കിലും ആ വസതി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ അതിനോട് ചേർന്ന പ്രദേശങ്ങളെയും ഉക്രൈൻ ലക്ഷ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി കാണാം. സത്യത്തിൽ ആ പ്രവിശ്യയിൽ ഇതുവരെയും ഇത്ര വലിയൊരു ഡ്രോണുകൾ പോയിട്ടില്ല. അതും ഒരു പ്രത്യേക ഫ്ലൈറ്റ് പാറ്റേണിൽ ഉക്രൈൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് റഷ്യയുടെ ഒരു ഈഗോയെ ഉണർത്താൻ എന്തോ ഒരു കാര്യം അവർ ഉദ്ദേശപൂർവ്വം ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എല്ലാം പ്രതിരോധിച്ച് നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ റെസിഡൻസിന് നേരെ യഥാർത്ഥത്തിൽ ആക്രമണം നടന്നിരുന്നെങ്കിൽ ഉക്രൈൻ പതിവ് പോലെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന തരത്തിലുള്ള പരിഹാസപൂർണമായ പ്രതികരണമായിരിക്കും നൽകിയിരിക്കുക. അതായത് ഇത് ഉക്രൈൻ ശ്രമിച്ചതാണ് എന്ന് പുറം ലോകത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇതൊരു വലിയ എസ്കലേഷനിലേക്ക് പോകാതെ ഒഴിവാക്കപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ലോക നേതാക്കളെല്ലാം ഇതൊരു കാഷ്വൽ സംഭവമായി മാത്രം കൈകാര്യം ചെയ്യുന്നത്. അതേസമയം റഷ്യയ്ക്കുള്ളിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. റഷ്യയിൽ ഇന്ധനക്ഷാമം ഉണ്ടെന്ന വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഏറെ കാലമായി പ്രചരിച്ചു വരുന്നുണ്ട്. പലരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടാകാം. ഇതിപ്പോൾ ചില പ്രദേശങ്ങളിൽ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോസ്റ്റോണ്ടൺ മേഖലയാണ്. ഇവിടെയാണ് ഈ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. സമീപകാലത്ത് ഉക്രൈൻ നടത്തിയ 2-3 ആക്രമണങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ഈ പൈപ്പ് ലൈനുകൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 9 സ്ഥലങ്ങളിൽ പൈപ്പ് ലൈനുകളിൽ നാശനഷ്ടം സംഭവിച്ചതായും അതിൽ 2 സ്ഥലങ്ങളിൽ പൂർണ്ണമായും പൈപ്പ് ലൈൻ മുറിഞ്ഞു പോയതായും റിപ്പോർട്ടുകളുണ്ട്. LNG, CNG വിതരണം ചെയ്യുന്ന ഗ്യാസ് പൈപ്പ് ലൈനുകളാണ് ഇതിലൂടെ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് റോസ്റ്റോ മേഖലയിൽ ഒരു താൽക്കാലിക ഇന്ധനക്ഷാമം സൃഷ്ടിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് പൂർണ്ണമായും ശരിയാകാൻ ഏകദേശം 1 മുതൽ 2 ആഴ്ച വരെയും സമയമെടുക്കാമെന്നാണ് വിലയിരുത്തൽ. ഈ കാലയളവിൽ അവിടെയുള്ള ചില ആളുകൾക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതോടെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇതിനെ ചെറിയ തോതിലുള്ള ക്ഷാമം എന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൈപ്പ് ലൈൻ നന്നാക്കുന്നത് വരെ ഏകദേശം 100ഓളം വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ലഭിക്കാതിരിക്കുമെന്നാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ഇന്ധനക്ഷാമത്തെ വലിയ ഗ്യാസ് ഷോർട്ടേജ് ഉണ്ടായതായി ഇവർ വാർത്തകളിൽ അവതരിപ്പിക്കുന്നു. അവസാനമായി വെനിസ്വേലയെ കുറിച്ചൊരു കാര്യം പറയാം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ബസ് മാത്രമാണ്. ഇത് ഇതുവരെ സ്ഥിരീകരിച്ചൊരു വാർത്തയല്ല. എങ്കിലും ഈ വാർത്ത അതിവേഗമായി പ്രചരിക്കുകയാണ്. ഈ ഒരു വാർത്തയുടെ ഉള്ളടക്കം എന്താണെന്ന് പറയാം. 2025 ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അമേരിക്ക വെനിസ്വേലയെ ആക്രമിക്കുന്നതിന് ഒരു 4 ദിവസം മുൻപായി 5 ചാരക്കപ്പലുകൾ വെനിസ്വേലയുടെ നേവൽ ബ്ലോക്കേഡ് മറികടന്ന് അമേരിക്കയുടെ നിരീക്ഷണങ്ങൾ ഒഴിവാക്കി കടലിലേക്ക് പുറപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ചർച്ചയാകുന്നത് 5 കപ്പലുകളിൽ എന്താണ് കൊണ്ടുപോയത് എന്നാണ്. ആ കപ്പലുകൾ എവിടേക്കാണ് പോയതെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അവയിൽ 3 കപ്പലുകൾ റഷ്യയിലേക്കാകാൻ പോയത് എന്ന സംശയം നിലനിൽക്കുന്നു. വെനിസ്വേലയിൽ വലിയ തോതിൽ സ്വർണം, എണ്ണ, വെള്ളി അല്ലെങ്കിൽ മറ്റ് വിലപ്പെട്ട വസ്തുക്കൾ ചൈനയിലേക്കോ റഷ്യയിലേക്കോ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ വൈറലാകുന്ന ഒരു ആരോപണം.
വീണ്ടും പറയുകയാണ്, ഇതൊരു ബസ് മാത്രമാണ്. ഇത് സത്യമോ അസത്യമോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു സ്റ്റേജിലാണ് ഉള്ളത്. എന്നാൽ ഈ വാർത്തയ്ക്ക് സത്യമാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. കാരണം അമേരിക്ക ഇതിനകം തന്നെ 2 കപ്പലുകളെ ഞങ്ങൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. അവർ 2 കപ്പലുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ഈ 5 കപ്പലുകൾ എന്നത് ഒരു വലിയ എണ്ണം പോലെ തോന്നിയാലും കുറഞ്ഞത് 2 കപ്പലെങ്കിലും അമേരിക്കയുടെ സുരക്ഷാ വലം മറികടന്ന് പുറത്തു പോയിട്ടുണ്ട് എന്നത് ഉറപ്പായ കാര്യമാണ്. ഈ കപ്പലുകളിൽ എന്തുണ്ടായിരുന്നു എന്നത് ഇപ്പോഴും വ്യക്തമല്ല. തീർച്ചയായും ഇതിനെക്കുറിച്ച് വളരെ വേഗത്തിൽ തന്നെ വളരെ വിശദമായ ഒരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.